അസ്സലാമലൈക്കും. എല്ലാ പ്രേക്ഷകർക്കും നെല്ലറ നളപാചകത്തിലേക്ക് സ്വാഗതം. ഈ ഒരു പുണ്യമാസത്തിൽ അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിൻ്റെ ഒരു സന്തോഷ വേളയിൽ നമ്മൾ നളപാചകത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് സ്പെഷ്യൽ എപ്പിസോഡാക്കി മാറ്റുകയാണ്. പിന്നെ കൂടാതെ ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് തേടിയുള്ള യാത്ര നമ്മൾ മലബാറിലൂടെ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും നല്ല വിശിഷ്ടമായ രുചിയുമായി പോകാം. കാഴ്ചകൾ തേടി നമ്മൾ ആദ്യം എത്തുന്നത് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളുടെ വീട്ടിലാണ്. അതായത് പാണക്കാട് ഷിഹാബ് തങ്ങളുടെ കുഞ്ഞനുജനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ആദ്യം വിശേഷങ്ങൾ ചോദിക്കും. അസ്സലാമലൈക്കും. താങ്കൾ തിരക്കായിരുന്നു തോന്നുന്നു. അത് ശരി. അപ്പം ഇപ്പം ഞങ്ങൾ ജീവൻ ടി വിന്ന് വഴിയാണ് നളപാചകം എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് എന്തായാലും സ്പെഷ്യലാണ്. കാര്യം റംദാൻ, അതായത് ചെറിയ പെരുന്നാളൊക്കെ വരികയാണ്. അപ്പോൾ തങ്ങളെ കണ്ടിട്ട് തങ്ങളുടെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ ഈ ഒരു നോമ്പ് മാസവും നോമ്പ് കാലമൊക്കെ ഉണ്ട്, പ്രാർത്ഥന നിരന്തരമായി ഒന്ന് കുറച്ച് ഒരു നാളുണ്ട്. അപ്പോൾ ഈ ഒരു റംദാൻ ദിവസം അപ്പോൾ അതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക്? റമദാൻ എന്ന് പറയുമ്പോൾ അതൊരു ത്യാഗപൂർണമായൊരു അനുഷ്ഠാന കർമ്മമാണ്. അതായത് ഭക്ഷണ പാനീയങ്ങൾ വർജിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുകയും മറ്റ് തെറ്റായ വാക്കുകൾ, വിചാരങ്ങൾ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുമ്പോൾ മാത്രമേ ആ വ്രതാനുഷ്ഠാനം ഒരു പരിപൂർണമാവുകയുള്ളൂ. കേവലം അന്നപാനീയം വർദ്ധിക്കുക എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മാനസികമായ അതുപോലെ ശാരീരികമായ വികാരങ്ങളെ നിയന്ത്രിക്കുവാനും അതിൽ നിന്ന് എല്ലാം നമ്മളെ ഒരു മനഃശക്തി നേടിയെടുക്കുകയാണ് ഈ റമദാനിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു നോമ്പ് കാലത്ത് നോക്കുന്നത് കൂടുതലായിട്ട് താങ്കൾ ഈ എന്തെങ്കിലും നമസ്കാര സമയങ്ങൾ, അതായത് ഈ ഒരു നോമ്പ് കാലത്ത് നമസ്കാര സമയങ്ങൾ എന്തെങ്കിലും വ്യത്യാസം വല്ലതുണ്ട്? വ്യത്യാസം എന്ന് പറഞ്ഞൂടാ. നോമ്പിന് സ്ഥിരമായിട്ടുള്ള 5 വക്ത് നമസ്കാരത്തിൽ 5 സമയങ്ങളിലെ നമസ്കാരങ്ങൾക്ക് പുറമെ രാത്രി നമസ്കാരവും കൂടി ഉണ്ട്. പിന്നെ തറാവീഹ് നമസ്കാരം, അത് 20 റക്അത്ത് ഉള്ളതാണ്. അത് ഈ ഒരു നോമ്പ് കാലത്ത് മാത്രമുള്ള നമസ്കാരമാണ്. അതെ അതെ, അത് രാത്രി ഇഷ നമസ്കാരത്തിന് ശേഷം നിസ്കരിക്കുന്ന നമസ്കാരം. അപ്പോൾ രാവിലെ എത്ര മണിക്കാണ് നമ്മൾ ഈ ഒരു നോമ്പ്? രാവിലെ സുബ്ഹി ബാങ്കോട് കൂടി അത്താഴം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കഴിച്ച് തീർക്കണം. ബാങ്കിന്റെ ശേഷം പിന്നെ കഴിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എത്ര ദിവസമാണ് ഈ ഒരു നോമ്പ് എന്ന് പറയുന്നത്? നമ്മൾ എത്ര ദിവസമായിട്ടാണ്? അത് 30 ദിവസമാണ്. അത് പിന്നെ ഈ ചന്ദ്ര ഉദയം കാണുന്നതിനനുസരിച്ച് 29 ആകാം. അങ്ങനെ ഓരോ ദിവസം അങ്ങോട്ടോ എന്തായാലും ചില മാസങ്ങളിൽ 30 നോമ്പ് പൂർണ്ണമായിട്ട് കിട്ടും, ചിലപ്പോൾ 29 കിട്ടുള്ളൂ. അത് ആ ചന്ദ്രോദയം കണ്ടാലാണ് നമുക്ക് പിന്നെ പിറ്റേന്ന് മുതൽ നോമ്പനുഷ്ഠിക്കാൻ തുടങ്ങുന്നത്. എന്തായാലും ചെറിയ പെരുന്നാൾ, അതായത് റംദാൻ ആ ഒരു എന്താ പറയുക, ആ ഒരു ദിവസം വന്നു നടക്കുന്നു. അപ്പോൾ ആ ഒരു ദിവസത്തിൽ വേണ്ട പ്രത്യേകതകൾ അല്ലെങ്കിൽ ഒരു ഇസ്ലാം അനുഷ്ഠിക്കുന്ന ആചാരങ്ങളും എന്തൊക്കെയാണ്? അന്ന് നമ്മൾ പിന്നെ ഉള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ ആ പെരുന്നാൾ ആഘോഷിക്കണം. അപ്പോൾ നമ്മുടെ ഒരു അതുകൊണ്ട് തന്നെ സക്കാത്ത് എന്ന് പറഞ്ഞ നിർബന്ധ ഒരു ദാന കർമ്മമുണ്ട്. അത് കാരണം പിന്നെ പാവപ്പെട്ടവർക്കും പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അനുജനാണ് ഇദ്ദേഹം. അപ്പം ഇദ്ദേഹത്തെ നമുക്ക് നേരിട്ട് ചോദിക്കാം ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം. കാര്യം തങ്ങൾ എന്നൊരു പദത്തിനെ പറ്റി കൂടുതലായിട്ടൊക്കെ അറിയാനായിട്ട് ഒരു ആഗ്രഹം എനിക്കുണ്ട്, അതുപോലെ പ്രേക്ഷകർക്കും ഉണ്ട്. തങ്ങൾ എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പര
അറിയപ്പെടുന്ന ഒരു പേരാണ് തങ്ങൾ. അത് ആ ഫാമിലിയിൽ ഉൾപ്പെടുന്നവരെ തങ്ങൾ എന്നാണ് ഇവിടെ കേരളത്തിൽ പിന്നെ അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പറയും തങ്ങൾ. അപ്പോൾ തങ്ങളിപ്പോൾ ഈ ഒരു ഏതൊരു പ്രസ്ഥാനം, അതായത് ഞാൻ പിന്നെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു പണ്ഡിത പ്രസ്ഥാനമുണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ശിഹാബ് തങ്ങളെ പറ്റിയുള്ള ഓർമ്മ? ശിഹാബ് തങ്ങൾ നമ്മ ഇവിടെ പറഞ്ഞിട്ട് 2 വർഷം പിന്നിട്ട് രണ്ടാമത്തെ പെരുന്നാളാണ് വരുന്നത്. തീർച്ചയായിട്ടും തങ്ങളുടെ ആ സാന്നിധ്യം വളരെ മനസ്സിൽ വേദന ഉളവാക്കുന്ന ഒന്നാണ്. തങ്ങള് പെരുന്നാളിന് നമ്മുടെ കുടുംബ വീടുകളിലെല്ലാം സന്ദർശിച്ച് അത് പതിവായിരുന്നു സന്ദർശനം. എന്നിട്ട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുക, വിശേഷങ്ങൾ അറിയുക, ഒക്കെ ഒഴിവാക്കാത്തൊരു ഓർമ്മയാണ്. കൂടാതെ അപ്പോൾ ഈ ഒരു റംദാൻ, അത് ചെറിയ പെരുന്നാളിന് നമ്മുടെ പ്രേക്ഷകരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ചെറിയ പെരുന്നാൾ 1 മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം വരുന്നൊരു സുദിനമാണ്. അത് ഈ മാസത്തിലെ വ്രതാനുഷ്ഠാനവും ആരാധനാകർമ്മങ്ങളും നടത്തി അതിൽ നിന്ന് ഹൃദയത്തിൽ വിശുദ്ധി കരസ്ഥമാക്കുകയാണുള്ളത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ നേടിയെടുത്ത വിശുദ്ധി വരും ദിനങ്ങളിലും വരും കാലങ്ങളിലും നാം തുടർന്ന് പോകണം. എല്ലാ ജീവൻ TV പ്രേക്ഷകർക്കും ഹൃദ്യമായ ഈദ് മുബാറക്ക് നേർന്നുകൊള്ളും.